പിന്നീട് നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് മത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടുതലായി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ഇതിനകത്ത്. അതിനോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിന് 5 കോടി രൂപ വിലയിരുത്തുന്നുണ്ട്. ചാവറയച്ചൻ ഉപയോഗിച്ചിരുന്ന മുറിയും മറ്റ് കെട്ടിടങ്ങൾ അത് ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നതിന് അതിന് 5 കോടി രൂപ അനുവദിക്കുന്നുണ്ട്. അമൃതാനന്ദമയിയുടെ മഠവുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളുണ്ട്. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ തൊട്ടുപോകുന്നുണ്ട്. പക്ഷേ ഒരു ഒറ്റയടിക്ക് കേരളത്തെ മാറ്റിമറിക്കാം എന്നൊരു കാര്യം അത് ഈ ബജറ്റിൽ പറയുന്നില്ല. അദ്ദേഹം സൂചിപ്പിച്ചത് തന്നെ 5 വർഷം കൊണ്ട് കേരളത്തിൽ ഒരു പുതുയുഗം ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ തുടക്കം കുറിക്കുന്ന ബജറ്റായിരിക്കും ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം ഈ പ്രസംഗം തന്നെ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. പിന്നീട് ലൈഫ് പദ്ധതിയെക്കുറിച്ച് ഇതിനകത്ത് എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ്. ഈ ലൈഫ് പദ്ധതികളെ കുറിച്ച് പറയുന്നു, ഭവന നിർമ്മാണ പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് ഓരോ വകുപ്പിന്റെ പദ്ധതികളായിട്ടാണ് പ്രഖ്യാപനം ഉണ്ടായത്. ലൈഫ് എന്ന ഒറ്റ പേരിൽ കഴിഞ്ഞ സർക്കാരിൻ്റെതുപോലെ ഒരു ഒറ്റ പേരിൽ ആ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രത്യേക ഭവന പദ്ധതി അങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഭവന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലൈഫ് എന്ന പേരിൽ ഒരു പദ്ധതി ആ പ്രഖ്യാപന ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കിഫ്ബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബജറ്റിന്റെ അവതരണം തന്നെ തുടങ്ങിയത്. കിഫ്ബിയിൽ നിന്ന് വായ്പ എടുത്ത് 21,000 കോടിയോളം രൂപ അത് സംസ്ഥാനത്തിന്റെ കടമായി മാറിയിട്ടുണ്ട്. അത് തിരിച്ചടക്കേണ്ട ബാധ്യതയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗം തന്നെ ആരംഭിക്കുന്നത്. അതിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ കിഫ്ബിയിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് അധികം കടന്നിട്ടുമില്ല. കിഫ്ബി ബജറ്റിന് പുറത്ത് കിഫ്ബിയെ നിർത്തിക്കൊണ്ട് അങ്ങനെ പ്രഖ്യാപനങ്ങൾ വേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ സർക്കാർ നടപ്പാക്കിയിരുന്ന പല പദ്ധതികളുണ്ട്. ഇപ്പോൾ കാരുണ്യ പോലെയുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ശ്രുതി തരംഗം, സ്നേഹപൂർവ്വം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹം, സ്വാന്തനം, പകൽ വീട്, വയോമിത്ര ഈ പദ്ധതികളെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. ആ പദ്ധതികൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അത് കാര്യക്ഷമമായി നടപ്പാക്കുമെന്ന പ്രഖ്യാപനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് അധിക വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്ക് പോകാതെ കേരളത്തെ ഒരു തുറമുഖ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയുള്ള നേരത്തെ അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതിൽ ഊന്നിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ബജറ്റിന്റെ ആകെത്തുകയായി പറയാൻ കഴിയുക. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കിഫ്ബിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സേഫ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന്റെ ആധുനികവൽക്കരണത്തിന് 10 കോടി രൂപയാണ്. അപ്പോൾ കിഫ്ബിയെ എങ്ങനെ പുനഃസംഘടിപ്പിക്കും, എങ്ങനെ കിഫ്ബി വഴി കൂടുതൽ പണം ചെലവാക്കുന്നതിനെ കുറിച്ച് ഇത് സംസാരിക്കുന്നില്ല അധികം എന്ന് പറയുന്ന ഈ ബജറ്റ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 286.66 കോടി രൂപ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ടാക്കാൻ ചെലവഴിച്ചു നമ്മളെവിടെ ഈ പറയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അവിടെ വലിയ ചെലവാക്കലിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ജസ്റ്റ് 10 കോടി പ്രഖ്യാപിച്ച് അടുത്ത 10 കോടി പല സ്ഥലങ്ങളിലായി പ്രഖ്യാപിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സാമാന്യം നല്ല പൈസ ആവശ്യമുള്ള പ്രോജക്റ്റുകൾക്കെല്ലാം അതിന് ആനുപാതികമായി പണം കൊടുക്കാതെ ഈ ചെറിയ പൈസ പ്രഖ്യാപിച്ചു പോകുന്നൊരു വിമർശനത്തിന് സാധ്യത ഇതിനകത്തുണ്ടോ? അത് നിഷാദ് ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരുപാട് തുക മാറ്റിവെക്കുന്നു. ആ രീതി ഇതിനകത്ത് ഈ ബജറ്റിൽ അവലംബിച്ച് പോകുന്നില്ല വി.ഡി. സതീശൻ. കുറച്ച് പണം ആദ്യം നൽകി പിന്നീട് അത് നൽകാം. കാരണം നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ അങ്ങനെ പൂർണ്ണതോതിൽ ഒരു പ്രഖ്യാപനം നടത്തി അതിലേക്ക് മാത്രമായി ചുരുങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കിഫ്ബിയെ കൊണ്ട് ആറാടിയത് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ഈ തോമസ് ഐസക്ക് ധനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആദ്യ ബജറ്റിൽ കിഫ്ബിയെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അത് കേരളത്തിന്റെ വികസനത്തിന് മറ്റൊരു കാഴ്ചപ്പാട് നൽകും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നു അന്ന് കിഫ്ബിയെ പുനഃസംഘടിപ്പിച്ചത്. ആ കിഫ്ബിയെ പുനഃസംഘടിപ്പിച്ചത് വഴി കേരളത്തിൽ എല്ലാ മേഖലകളിലും ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും പാലങ്ങളുടെ കാര്യത്തിലായാലും ആശുപത്രികളുടെ കാര്യത്തിലായാലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അത് പക്ഷേ അന്ന് വലിയ വിമർശനം വിധേയമാവുകയും രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ആ വിമർശനം പ്രതിപക്ഷം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പുതിയ സർക്കാർ വന്ന് അധികാരം ഏറ്റെടുത്ത് ഏതാണ്ട് ഒരു 1.5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 2 യോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മാത്രം നടന്നു. 2 യോഗങ്ങൾ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ അതായിരുന്നു. ആദ്യത്തെ യോഗങ്ങൾ അതായിരുന്നു. അന്ന് തന്നെ ഇത് പൊളിച്ചെഴുതും എന്നുള്ള തീരുമാനം എടുത്തതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബിയെ സമൂലമായ മാറ്റം കിഫ്ബിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പക്ഷേ ഇതിനകത്ത് ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്ക് അധികം കടക്കാൻ വേണ്ടി വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. ഒന്ന്, അതിനെ റവന്യൂ കിട്ടുന്ന ഒരു മേഖലയാക്കി ആ കിഫ്ബിയെ മാറ്റണം എന്നുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നില്ല. റവന്യൂ കിട്ടണമെങ്കിൽ ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കണം. റോഡായാലും പാലമായാലും അതിനൊക്കെ ടോൾ ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മേൽ അധികഭാരം
അടിച്ചേൽപ്പിക്കണം. ഈ ബജറ്റിൽ അങ്ങനെ ഒരു അധികാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നില്ല. പക്ഷേ വരും സമയങ്ങളിൽ അത് റവന്യൂ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മേഖലയായി കിഫ്ബിയെ മാറ്റാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ വരും നാളുകളിൽ ആ തീരുമാനം ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വലിയ പ്രഖ്യാപനങ്ങൾക്ക്, അധികം വലിയ പ്രഖ്യാപനങ്ങളിലേക്കോ വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്കോ കടക്കാതെ ചില മേഖലകളിൽ എന്താണ് ഞങ്ങളുടെ 5 വർഷത്തെ കാഴ്ചപ്പാട്, കേരളത്തിൻ്റെ പുതുയുഗത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് വി ഡി സതീശൻ ഈ ബജറ്റിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. അത് പെട്ടെന്ന് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടപ്പാക്കാൻ